ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോയിൽ വരാൻ കാരണം, നമ്മൾ കണ്ടു രേണുസുധീനെ പറ്റി കുറേ ആൾക്കാർ കുറ്റം പറയുന്നത്. സ്ത്രീകളും പറയുന്നുണ്ട്, പുരുഷന്മാരും പറയുന്നുണ്ട് കുറ്റം പറയുന്നത്. എന്തിനാണ് ആ സ്ത്രീയെ പറ്റി വെറുതെ കുറ്റം പറയാൻ നിൽക്കുന്നത്? അവരുടെ തൊഴിലാണ് ചെയ്യുന്നത്. അവരൊരു തൊഴിൽ ചെയ്ത് ജീവിക്കുകയല്ലേ. ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ 2 മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അവർ ജോലി ചെയ്ത് ജീവിക്കുന്നു. അതിലെന്തത്ര തെറ്റ്? അതിനെന്തിനാണ് അവരേനെ ഇങ്ങനെ ഇങ്ങനെ എന്നുള്ള ഓരോരോ കാര്യങ്ങൾ പറയുന്നത്? കുറേ ആൾക്കാർ അങ്ങനെ പറയണത് ഞാൻ കേട്ടു. അതൊരു പാവസ്ത്രീയല്ലേ, ഒരു ഭാഗത്ത് അവരും ജീവിച്ചു പോയിക്കോട്ടെ, അവർക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഈ ലോകമൊക്കെ. അവർക്കും ജീവിക്കണ്ടേ? അവർക്ക് അറിയുന്ന ഒരു തൊഴിൽ അതേ ഉള്ളൂ. അപ്പോൾ അവർ ആ തൊഴിൽ വെച്ച് ജീവിക്കുന്നു. എന്താ പറയുക, ഒരു വിധവയായ ഒരു സ്ത്രീ സമൂഹത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ സ്ത്രീനെ പല തരത്തിലും കുറ്റപ്പെടുത്താനുള്ള ആൾക്കാരാണ് ഉണ്ടാവുക. അതല്ല വേണ്ടത്. അവർക്ക് ജീവിക്കാനൊരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. ആരായാലും ചെയ്യേണ്ടത് അതാണ്. അല്ലാണ്ട് അവരെ കുറേ കുറ്റം പറഞ്ഞ് അവരെ ജീവിക്കാൻ അനുവദിക്കാണ്ട് അവരെ മനസ്സ് തളർത്തിയിട്ടുള്ള ചിന്തകളല്ല കൊടുക്കേണ്ടത്. അവർ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കട്ടെ, അതല്ലേ വേണ്ടത്. അപ്പം അങ്ങനെ അവരെ പറ്റി ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയൊന്ന് ഇടണം തോന്നി. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് വന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ ഒരാളെ കുറ്റം പറയാൻ നമ്മളെല്ലാം തികഞ്ഞവരാണോ? അല്ലല്ലോ. നമ്മളാരും എല്ലാം തികഞ്ഞവരില്ല. എല്ലാവർക്കും ഉണ്ട് ഓരോരുത്തരുടേതായ കുറ്റങ്ങളും കുറവുകളും. എനിക്കുണ്ട്. എൻ്റെ കുറ്റം എനിക്കറിയില്ല. മറ്റുള്ളവർ പറയുമ്പോഴാണ് നമ്മളതറിയുക. പക്ഷേ ഒരു സ്ത്രീനെ എപ്പോഴും ഈ കുറ്റം മാത്രം പറയാനായിട്ട് ആൾക്കാർ മെനക്കെട്ട് കൂടരുത്. ഓക്കേ.